നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് 2025ന്റെ 3 ചോദ്യങ്ങൾ. ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി 3 ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പൊ ഇതിനകത്ത് ആൻസേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ്. ഇത് ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. ആ ആൻസർ നമ്മൾ പറഞ്ഞതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ ആണല്ലോ? അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 2 ചോദിച്ചത് മുഗൾ വാസ്തുവിദ്യയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നായിരുന്നു. 1. ഫത്തേപൂർ സിക്രിയില് കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഫത്തേപൂർ സിക്രിയില് കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ്. അതുപോലെ ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്ന് അറിയപ്പെടുന്നു. ഡൽഹിയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. ഇത്രയുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഒന്നും ശരിയല്ല എന്നുള്ളതാണ്. അതായത് ഫത്തേപൂർ സിക്രിയിലെ കോട്ട സമുച്ചയം സ്ഥാപിച്ചത് ഷാജഹാൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാജഹാൻ അല്ല. അതുപോലെ രണ്ടാമത്തത് ചെങ്കോട്ടയിലെ ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നാണോ അറിയപ്പെടുന്നത്. അല്ല. ഡൽഹിയിൽ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്. അല്ല. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ജഹാംഗീർ ആണ്, പക്ഷെ അത് ഡൽഹിയിലല്ല, ലാഹോറിലാണ്. അവിടെയാണ് അടുത്ത ഒരു സംശയം വരുന്നത്. മോത്തി മസ്ജിദ് നിർമ്മിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജഹാംഗീർ തന്നെയാണ്, പക്ഷെ ഡൽഹി അല്ല, കൃത്യമായി ലാഹോർ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന 3 ആൾക്കാരുടെ കാര്യങ്ങളാണ്. 1. ഫത്തേപൂർ സിക്രി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ട വ്യക്തി അക്ബർ ആണ്, അല്ലെ? അക്ബർ PSCക്ക് എപ്പോഴും ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അക്ബർ. അക്ബറിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നമുക്കറിയാം, അക്ബർ എന്ന് പറയുന്നത് 1542 അമർകോട്ടിലാണ് ജനിച്ചത്, അല്ലെ? അബുൾ ഫത്ത് ജലാലുദ്ദീൻ മുഹമ്മദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഹുമയൂണിന്റെ മകനാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച വ്യക്തി മുഗൾ ചക്രവർത്തിയാണ് അക്ബർ എന്ന് പറയുന്നത്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തെ പറ്റിയിട്ട് തന്നെയാണ്, അല്ലെ? അപ്പൊ ഇദ്ദേഹം ഭരണം ഏറ്റെടുത്ത സമയത്ത് നമുക്കറിയാം പ്രായപൂർത്തി ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ഒരു റീജന്റ് ആയിട്ട്, അതായത് ഇദ്ദേഹത്തിന് ഒരു റീജന്റ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയുടെ പേരും ചോദിച്ചിട്ടുണ്ട്. ബൈറാ ഖാൻ എന്നായിരുന്നു. ആണല്ലോ. ഇനിയും നമ്മളോട് മുഗൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള വാസ്തുവിദ്യയെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ അക്ബറിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മുടെ ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് അക്ബറിന്റെ നിർമ്മിതിയാണ്, ഷാജഹാന്റെ അല്ല. അപ്പൊ അക്ബറിന്റെ നിർമ്മിതി ഫത്തേപൂർ സിക്രി. ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ, ഈ പറഞ്ഞിരിക്കുന്ന ബുലന്ദ് ദർവാസ ആര് ഉണ്ടാക്കിയതാണ്? അക്ബർ ഉണ്ടാക്കിയതാണ് ബുലന്ദ് ദർവാസ. അതുപോലെ പഞ്ചമഹൽ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഉണ്ടാക്കിയത്. ഇബാദത് ഖാന, അത് പ്രീവിയസ് ചോദ്യമാണ്. ഇബാദത് ഖാന, ജോധാഭായിയുടെ കൊട്ടാരം, ഇത് ഇത്രയും അക്ബറിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, പഞ്ചമഹൽ, ഇബാദത് ഖാന, ജോധാഭായിയുടെ കൊട്ടാരം എന്നിവ അക്ബറിന്റെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ്. അപ്പൊ ഇത്രയും ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം ആഗ്ര കോട്ട, അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. ആഗ്ര കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. ഏതാണ്? ആഗ്ര കോട്ട നിർമ്മിച്ചത് അക്ബറും ആഗ്ര നഗരം നിർമ്മിച്ചത് ആരാണ്? സിക്കന്ദർ ലോധിയാണ്. അപ്പൊ ആഗ്ര കോട്ട ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അക്ബറിനെ ഓർക്കണം. ആഗ്ര നഗരം പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സിക്കന്ദർ ലോധിയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ അക്ബറിനെ പറ്റിയിട്ട് ഓർത്ത് വെക്കേണ്ടത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമാകുന്ന സമയത്ത് മുഗൾ ചക്രവർത്തി അക്ബർ ആയിരുന്നു. എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമാകുമ്പോഴും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിതമാകുന്ന സമയത്തും ആരായിരുന്നു മുഗൾ ചക്രവർത്തി? അക്ബർ ആയിരുന്നു. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റിയിട്ട് പ്രധാനപ്പെട്ട ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ പാനിപ്പട്ട് യുദ്ധവുമായിട്ട്. ഏത് പാനിപ്പട്ട് യുദ്ധമാണ്? 2ാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്ന സമയം ഏതാണ്? 1556 ആണ്. 1556
1556 ഈ 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? അക്ബറും ആദിൽ ഷായുടെ മന്ത്രിയായ ഹെമൂവും തമ്മിലാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പം ഇന്ത്യയിലെ മുഗൾ ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. രണ്ടാം പാനിപ്പട്ട് യുദ്ധമാണ്. ഈ പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അക്ബറും ഹെമൂവും തമ്മിൽ 1556 ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ, 1556 അപ്പൊ അക്ബർ ചക്രവർത്തിയുടെ എതിരാളികളിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള രജപുത്ര രാജാവ് മഹാറാണ പ്രതാപ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ മഹാറാണ പ്രതാപും അക്ബറും തമ്മിൽ ഒരു യുദ്ധം നടന്നു. അത് ഏത് യുദ്ധമാണ്? ഹാൽഡിഗഡ് യുദ്ധം. ഹാൽഡിഗഡ് യുദ്ധം 1576 ആരൊക്കെ തമ്മിലാണ്? അക്ബറും റാണ പ്രതാപ്. ആരാ റാണ പ്രതാപ് എന്ന് പറയുന്നത്? രജപുത്ര രാജാവായിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ റാണ പ്രതാപുമായിട്ട് യുദ്ധം നടത്തിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ ആണ്. ഏതാണ് യുദ്ധം? ഹാൽഡിഗഡ് യുദ്ധമാണ്. 1576 ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ദീൻ ഇലാഹി ഇത് പ്രീവിയസ് ചോദ്യമാണ്. ദീൻ ഇലാഹി എന്ന് പറയുന്നത് ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ദീൻ ഇലാഹി എല്ലാ മതങ്ങളോടും ബഹുമാനം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അക്ബർ. 1582 എല്ലാ മതങ്ങളെയും അതായത് സർവ്വമതങ്ങളുടെയും എല്ലാ നല്ല വശങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു മതമാണ് എന്ത്? ദീൻ ഇലാഹി എന്ന് പറയുന്നത്. തൗഹീദ് ഇ ഇലാഹി എന്ന് ഇതിന് പേരുണ്ട്. അപ്പൊ ദീൻ ഇലാഹി എന്ന് പറയുന്ന മതം സ്ഥാപിച്ചത് അക്ബറാണ്. അതുപോലെ ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, പഞ്ച്മഹൽ, ഇബാദത്ത് ഖാന, ജോധാബായുടെ കൊട്ടാരം ഒക്കെ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാൽഡിഗഡ് യുദ്ധം, രണ്ടാം പാനിപ്പട്ട് യുദ്ധം എന്ന് പറയുന്നത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് അക്ബറാണ്. ആഗ്ര നഗരം പണി കഴിപ്പിച്ചത് സിക്കന്ദർ ലോധിയാണ്. അതുപോലെ ഇദ്ദേഹം നടപ്പിലാക്കിയ റവന്യൂ പരിഷ്കാരം സ്ഥിരം ചോദ്യമാണ്. ഒന്ന് സാപ്തി സമ്പ്രദായം, ദസ്ഹല സമ്പ്രദായം. സാപ്തി കേട്ടോ, സാപ്തി സമ്പ്രദായവും ദസ്ഹല സമ്പ്രദായം എന്ന് പറയുന്ന റവന്യൂ സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് അക്ബറാണ്. സൈനിക പരിഷ്കാരം പ്രീവിയസ് ചോദ്യമാണ്. അക്ബറിന്റെ സൈനിക പരിഷ്കാരമാണ് മാൻ സബ്ദാരി സിസ്റ്റം. എന്താണ് മാൻ സബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്? സൈനിക പരിഷ്കാരമാണ്. ഓക്കെ ആണല്ലോ, സൈനിക പരിഷ്കാരമാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചേക്കുക, അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ചിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഇത് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. തലസ്ഥാന നഗരം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. ഇതെന്താണ്? അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് അല്ലെ. ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഫത്തേപൂർ സിക്രി തന്നെയാണ്. ബുലന്ദ് ദർവാസ എന്ന് നമ്മൾ അടുത്തത് പറഞ്ഞു. ഈ ബുലന്ദ് ദർവാസ എന്താ? അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. ചെങ്കോട്ടയിലേക്കുള്ള ഉയർന്ന കവാടം ബുലന്ദ് ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. അല്ല, ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങൾക്കിടയിൽ സമാധാനം, സൗഹൃദം, ഐക്യം ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് ഫത്തേപൂർ സിക്രി, ഏതാ ഫത്തേപൂർ സിക്രി തലസ്ഥാനം, അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു മന്ദിരമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും സദസ്സിലുണ്ടായിരുന്ന നവരത്നങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ബീർബൽ, താൻസൻ, തോഡർമാൾ അല്ലെ, രാജാ തോഡർമാൾ, മാൻസിംഗ്, അബുൾ ഫസൽ. പ്രീവിയസ് ചോദ്യം അബുൾ ഫസൽ, അബുൾ ഫൈസി സ്ഥിരം ചോദിക്കാറുണ്ട്. ഇദ്ദേഹം നവരത്നങ്ങൾ 9 പേരിൽ അടങ്ങുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞതല്ല. അബുൾ റഹീം ഖാൻ, ഫക്കീർ അസിയാദീൻ, അബ്ദുൾ ഫൈസി, മുല്ല ദോ പ്യാസ തുടങ്ങിയ ആൾക്കാരെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ നവരത്നങ്ങൾ എന്ന് പറയുന്ന സദസ്സിൽ ഉൾപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ ഏറ്റവും പ്രശസ്തനായ ഒരു കവി കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. തുളസീദാസ് ആണ് ആ കവി അല്ലെ, ആണല്ലോ. അപ്പം നവരത്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പണ്ഡിത സദസ്സായിരുന്നു. 9 രത്നങ്ങൾ അടങ്ങിയ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് PS ചോദിക്കുന്നത് അബുൾ ഫസൽ. എന്താ പ്രത്യേകത? ഈ നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ ജീവചരിത്ര ഗ്രന്ഥമായിട്ടുള്ള അക്ബർ നാമ എഴുതിയത് അബുൾ ഫസൽ ആണ്. അത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അബുൾ ഫസൽ ആണ് അക്ബർ നാമ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥം എഴുതിയത്, ആണല്ലോ. ഐൻ ഇ അക്ബരി എന്താ? അത് അക്ബറുടെ ഭരണ സംവിധാനത്തെ കുറിച്ചും അന്നത്തെ കാലത്തെ സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ സമഗ്രമായിട്ട് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതും ഈ അബുൾ ഫസൽ ആണ് എഴുതിയത്. ഐൻ ഇ അക്ബരി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അക്ബർ നാമയുടെ 3rd പാർട്ട് എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. ഓക്കെ. അതുപോലെ അബ്ദുൾ ഫൈസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഭാസ്കരാചാര്യരുടെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥമായ ലീലാവതി പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഈ അബുൾ ഫൈസിയാണ്. അപ്പൊ തെറ്റിക്കരുത്, അബുൾ ഫസൽ ആണ് അക്ബർ നാമ, ഐൻ ഇ അക്ബരി തുടങ്ങിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് അക്ബറിനെ പറ്റിയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ്?
ജഹാംഗീറിനെ പറ്റിയിട്ടും ഷാജഹാനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഈ ജഹാംഗീർ എന്ന് പറയുന്ന വ്യക്തി, ജഹാംഗീർ മോത്തി മസ്ജിദ് നിർമ്മിച്ചു എന്ന് പറഞ്ഞു, ശരിയാണ്. ഇത് പക്ഷെ എവിടെയാണ്? ലാഹോറിലാണ് മോത്തി മസ്ജിദ് നിർമ്മിച്ചത്. അതുപോലെ കാശ്മീരിലെ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ചതും ജഹാംഗീർ ആണ്. ലാഹോറിൽ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ചതും ആരാണ്? ഷാജഹാൻ ആണ്. തെറ്റിപ്പോവരുത്. കാശ്മീരിൽ ഷാലിമാർ പൂന്തോട്ടം ജഹാംഗീറും, ലാഹോറിൽ ആരാണത്? ഷാജഹാനും ആണ്. ഓക്കെ ആണല്ലോ. അപ്പം അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത്. പിന്നെ ലാഹോറിൽ നിഷാന്ത് ബാങ്ക് പൂന്തോട്ടം, അതും ജഹാംഗീർ തന്നെയാണ്. അതുപോലെ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ച മുഗൾ ചക്രവർത്തി, പ്രീവിയസ് ചോദ്യമാണ്, ജഹാംഗീർ ആണ്. ആത്മകഥ എഴുതിയ രണ്ടാമത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ്. ഓക്കെ, അതുപോലെ ആത്മകഥയുടെ പേരെന്താ? തുസൂക്കി ജഹാംഗീരി. പേർഷ്യൻ ഭാഷയിൽ എഴുതിയ തുസൂക്കി ജഹാംഗീരി ഇദ്ദേഹത്തിന്റെയാണ്. അതുപോലെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാ? ആരംഭിച്ചത് സൂറത്തിലാ, അല്ലെ? അപ്പൊ വില്യം ഹോക്കിൻസ് മുഗൾ രാജധാനിയിലേക്ക് വരുന്ന സമയത്ത്, ആ സമയത്ത് ആരാ? ജഹാംഗീറിനെ കണ്ടു എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കത്തില് ഇംഗ്ലീഷുകാരുടെ വരവിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു പോയിന്റ് ആണത്, അല്ലെ? ആ പോയിന്റിനകത്ത് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്നു 1608 പിന്നെ തോമസ് റോ വന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്പെക്ട്രം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന പേരും ജഹാംഗീറിന്റെ പേരാണ്. ഓക്കെ ആണല്ലോ. ജഹാംഗീർ ജനിച്ചത് ഫത്തേപൂർ സിക്രിയില. ഫത്തേപൂർ സിക്രി അക്ബറിന്റെ അക്ബറിന്റെ മകനാണ് ജഹാംഗീർ. അക്ബർ സ്ഥാപിച്ച തലസ്ഥാനാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഷാജഹാനിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് ഇവിടെ ചോദിച്ചത് ഷാജഹാൻ ആണ് ഫത്തേപൂർ സിക്രി കോട്ട സമുച്ചയം സ്ഥാപിച്ചത്. അപ്പൊ അത് തെറ്റാണ്. ഇനി ഷാജഹാനെ പറ്റി പറയുന്ന സമയത്ത്, ഷാജഹാനെ പറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടത് ലാഹോറിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതുപോലെ ഖുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുഗൾ ചക്രവർത്തിയാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഷാജഹാനെ പറ്റി പറയുമ്പോൾ താജ്മഹൽ ആണ്, അല്ലെ? താജ്മഹല്, മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയൊക്കെ ഷാജഹാൻ ആണ്. അതുപോലെ ജുമാ മസ്ജിദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദായ ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാൻ ആണ്. ഡൽഹിയിലെ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ ആണ്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചെങ്കോട്ടയിലെ ദിവാനി ഖാസ് പണി കഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. പിന്നെ ഷാജഹാനെ കുറിച്ച് അബ്ദുൽ ഹമീദ് എഴുതിയ പുസ്തകം ഏതാണെന്ന് ചോദിക്കാം. പാദ്ഷാ നാമ എന്നാണ്. അതുപോലെ മുഗൾ കാലഘട്ടത്തിന്റെ സുവർണ കാലഘട്ടം, മുഗൾ കലയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്. പിന്നെ മുഗൾ ഭരണകാലത്ത് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരുന്ന അല്ലെങ്കിൽ കുറച്ച് സ്ഥാനപ്പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് PSC ചോദിച്ചിട്ടുണ്ട്. അതായത് മുഗൾ ഭരണകാലത്ത് കേന്ദ്രഭരണ, അതായത് സെൻട്രൽ ലെവലിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പേര്, ആ സ്ഥാനപ്പേര്, അവരുടെ പ്രധാനപ്പെട്ട ചുമതല. വക്കീൽ, അത് വക്കീർ എന്നും ചിലടത്ത് കാണാറുണ്ട്, വക്കീൽ എന്നുള്ള രീതിയിൽ. അത് പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്ന പേരായിരുന്നു. വസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യമന്ത്രി. സദർ നീതിന്യായം. മിർബക്ഷി സൈന്യം, അല്ലെ? സൈനികവുമായിട്ട് ബന്ധപ്പെട്ട മിർബക്ഷി, അത് പ്രീവിയസ് ചോദ്യമാണ്. അതുപോലെ ഈ പ്രാദേശിക ഭരണ വിഭാഗങ്ങൾക്ക് ഓരോ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. സുബേദാർ, സർക്കാർ ധൗജിദാർ, പർഗാന ഷിക്ദാർ, ഗ്രാമം ചൗധരി, പട്ടണം കൊത്വാൾ, ഇങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. താഴെ പറയുന്നവയിൽ 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. അപ്പൊ ഇതിനകത്ത് 4 മാത്രമാണ് ഇതിനകത്ത് ഭാഗം അല്ലാത്തത്. അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 പറ്റിയിട്ട് പറയുമ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്. എന്താണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു 1947 നിയമത്തിന്റെ സ്വാതന്ത്ര്യ സമര നിയമം പാസ്സാക്കുന്നത്. അത് ശരിയാണ്. 1947 ഓഗസ്റ്റ് 15 മുതൽ ഇന്ത്യയെ സ്വതന്ത്രവും പരമാധികാരമായ ഒരു രാജ്യം പ്രഖ്യാപിച്ച നിയമം ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ്. ബ്രിട്ടീഷ് രാജാവ് നിയമിക്കേണ്ട ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ ആണ്. ഇത് 3 ശരിയാണ്, ഇത് തെറ്റാണ്. അപ്പൊ 4 മാത്രമാണ് തെറ്റ്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവാൻ കാരണമായ നിയമം തന്നെ ഇതാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷം 1947 ജൂലൈ മാസം 4-ാം തീയതിയാണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് പാസ്സാക്കുന്നത് ജൂലൈ 18-നാണ്, ജൂലൈ മാസം 18-നാണ്. ആക്ട് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 15-നാണ്, 1947 ഓഗസ്റ്റ് 15-നാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ ഫലമായിട്ട്
ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു വരികയും പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ലിയാഖത്ത് അലി ഖാൻ വരികയൊക്കെ ചെയ്തു. അപ്പൊ ഈ മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പാകിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി മാറ്റുന്നത് 1947 ഓഗസ്റ്റ് 14 ഇതിന്റെ ബാക്കിയായിട്ടാണ്. അപ്പം ഇന്ത്യ ആകുന്നത് ഓഗസ്റ്റ് 15 ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 1947 ഓഗസ്റ്റ് 15 രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതിന്റെ ഫലമായിട്ട് ഈ ഗവർണർ ജനറൽ പറഞ്ഞു കണ്ടോ, ഗവർണർ ജനറലിന്റെ ഓഫീസ് ഈ നിയമം സ്ഥാപിച്ചു. അപ്പൊ പാകിസ്ഥാനിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മുഹമ്മദ് അലി ജിന്നയാണ്. നമുക്ക് ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരനായിട്ട്? ഇല്ല. ആരായിരുന്നു ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയായിരുന്നു, അല്ലയോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്ത് തന്നെ, ശരി തന്നെ. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്ന് നിർബന്ധം പിടിച്ചോ? ഇല്ല, അങ്ങനെ ഒരു നിർബന്ധമേ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കള്? ഇതിനകത്ത് മുകളിൽ പറഞ്ഞവരെല്ലാം നേതാക്കളാണേ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഈ ശ്രീധര മേനോൻ സാറിന്റെ വൈക്കം സത്യാഗ്രഹം സെക്ഷൻ എടുക്കുക എന്ന് പറയാം. സുപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം വർഷം 1924 മുതൽ 25 വരെ ആയിരുന്നു. ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളില് അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതായിരുന്നു സമരത്തില് ഉന്നയിച്ച ആവശ്യം. ആരൊക്കെയാ? ടി കെ മാധവന് പുറമെ പ്രധാനപ്പെട്ട നേതാവ് ആര് തന്നെ? ടി കെ മാധവനാണ് പ്രധാനപ്പെട്ട നേതാവ്. പുറമെ കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ. അപ്പൊ ഈ പേരുകൾ കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ, ഒരാളൂടെ വരുന്നുണ്ട് ഇവിടെ, കെ കേളപ്പൻ. ഇത്രയും ആൾക്കാരും ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകി. അപ്പൊ ആൻസർ കിട്ടി. മുകളിൽ പറഞ്ഞവര് എല്ലാം. ഒരാളൂടെ എക്സ്ട്രാ വന്നു. സമരത്തിന് പിന്തുണയേകിയ സവർണ ഹിന്ദുക്കൾ മത്തത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സവർണ ജാഥ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വലിയ സമരമായിരുന്നു. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സവർണ ജാഥ. ജാഥ അംഗങ്ങൾ തിരുവനന്തപുരത്ത് ചെന്ന് മഹാറാണി സേതു ലക്ഷ്മിഭായിയെ സന്ദർശിച്ച് തങ്ങളുടെ ആവശ്യം അറിയിക്കുന്നു. കാലക്രമേണ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും അത്യന്തം പ്രയോജനം. ആരെയാ കണ്ടത്? സേതു ലക്ഷ്മിഭായിയെ. ഓക്കെ, സേതു ലക്ഷ്മിഭായിയെ. സത്യാഗ്രഹം എത്ര മാസം നീണ്ടുനിന്നു? 20 മാസം നീണ്ടുനിന്നു. സത്യാഗ്രഹികൾ അറസ്റ്റിനും മർദ്ദനത്തിനും ഇരയായി. ഒടുവിൽ മഹാത്മാഗാന്ധി ഇടപെട്ടിട്ട് 1925 വിജയകരമായി പര്യവസാനിച്ചു. ആരിടപെട്ടു? മഹാത്മാഗാന്ധി. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകൾ ജാതി വ്യത്യാസമന്യേ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുത്തു. അവർണ ഹിന്ദുക്കൾക്ക് വൈക്കത്ത് അനുവദിച്ചു കിട്ടിയ ഈ സൗജന്യം അവർക്ക് തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഉടനെ ലഭിച്ചോ? ഇല്ല. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയകരമായ പര്യവസാനത്തെ തുടർന്ന് അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം മുതലായ കേന്ദ്രങ്ങളിലെ ക്ഷേത്ര നിരത്തുകളിലും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ സമരങ്ങൾ സംഘടിപ്പിച്ചു. 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും ജാതി പരിഗണന കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ട് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സവർണ ജാഥ, അതുമായിട്ട് ബന്ധപ്പെട്ട് സേതുലക്ഷ്മിബായിയെ സന്ദർശിച്ചു, ഇല്ലയോ? ശേഷം 25 മഹാത്മാഗാന്ധി ഇടപെട്ട് സമരം വിജയകരമായി അവസാനിച്ചു. ശേഷം എവിടെയൊക്കെ പോയി? വൈക്കം സത്യാഗ്രഹത്തിന് അവസാനിച്ചപ്പോൾ അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം എല്ലാ ക്ഷേത്രങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് സമരം ഉണ്ടായി. അങ്ങനെ 28 എല്ലായിടത്തും ജാതി പരിഗണന കൂടാതെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതെല്ലാം ഇനി സ്റ്റേറ്റ്മെന്റുകളായിട്ട് മുന്നോട്ട് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ എഴുതണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ സത്യാഗ്രഹം കൂടെ നമുക്കൊന്ന് പറയാം. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതായിരിക്കാം. അപ്പൊ മറ്റൊരു ഐക്യത്തിനെതിരെ നടന്ന ഒരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. വർഷം 1931-32 ആണല്ലോ. ഇതെന്താണ്? ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണം, ഇതായിരുന്നു ഉദ്ദേശം. അത് കേരള പ്രദേശ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലാണ്. നോട്ട് ചെയ്യുക, കേരള പ്രദേശ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. ആരായിരുന്നു നേതാവ്? കെ കേളപ്പൻ. സന്നദ്ധ സംഘത്തിന്റെ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. രണ്ടുപേര്, കെ കേളപ്പൻ, ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. സത്യാഗ്രഹം ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകർ സത്യാഗ്രഹികളെ സഹായിക്കാൻ ഗുരുവായൂരെത്തി. ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആയിരുന്ന സാമൂതിരി ക്ഷേത്രപ്രവേശനത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിച്ചു. സത്യാഗ്രഹത്തിന് എതിരാളികൾ ഡിസംബർ 26 എ കെ ഗോപാലിന്റെ മേൽ നടത്തിയ കയ്യേറ്റം ജനങ്ങളെ വികാരക്ഷുബ്ധരാക്കുകയും അവർ പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് ബലം പ്രയോഗിച്ച് ക്ഷേത്രത്തിൽ കടക്കാൻ ഒരുമ്പെടുകയും ചെയ്തു. 1 മാസത്തോളം എല്ലാം എന്ത് ചെയ്തു? പൂജയൊക്കെ നിർത്തിവെച്ചിട്ട് ക്ഷേത്രം അടച്ചിട്ടു. സത്യാഗ്രഹം 10 മാസം ചെന്നപ്പോൾ കെ കേളപ്പൻ ഏകദേശം 1932 ഓഗസ്റ്റ് 22 ക്ഷേത്രത്തിന് മുമ്പിൽ അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം തുടങ്ങി. 32 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ഉപവാസം തീർക്കുന്നു. ഓക്കെ, ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ
പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തി. ഹരിജനങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിന് ജനങ്ങളിൽ 70% അനുകൂലിച്ചു. അങ്ങനെ അടിയന്തരമായ ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടെങ്കിലും ഐത്തോച്ചാടനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ സൃഷ്ടിക്കാൻ അത് സഹായമായി. മൊത്തത്തിൽ തുറന്നു കൊടുത്തോ? ഇല്ല അല്ലെ? അപ്പം അനുകൂലത കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും പോയിന്റും കൂടെ ഈ കൂട്ടത്തിലൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. മാക്സിമം ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.